ഹായ് നമസ്കാരം. നമ്മൾ കമ്പ്യൂട്ടറിൽ ഒരു ഫയൽ തുറക്കുമ്പോൾ ശരിക്കും അതിന്റെ പിന്നിൽ എന്താ സംഭവിക്കുന്നതെന്ന് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? അപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇതെല്ലാം നോക്കുന്നത്. അതാണ് ഫയൽ ആക്സസ് മെത്തേഡ്സ്. ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നും പിന്നെ നിങ്ങളുടെ പരീക്ഷയ്ക്ക് ഇത് എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്നും നമുക്ക് വളരെ സിമ്പിളായിട്ടൊന്ന് നോക്കാം അല്ലേ? ശരി, അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് നോക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ആദ്യം വായിക്കാനുള്ള രണ്ട് വഴികൾ. അതൊരു പുസ്തകത്തിന്റെ ഉദാഹരണം വെച്ച് ഞാൻ പറഞ്ഞുതരാം. പിന്നെ സീക്വൻഷ്യൽ ആക്സസ്, അതായത് ടേപ്പ് മോഡൽ എന്താണെന്ന് നോക്കും. അതിനുശേഷം റാൻഡം ആക്സസ് അഥവാ ഡിസ്ക് മോഡൽ. ഇവ ഓരോന്നും എപ്പോഴാണ് ഉപയോഗിക്കുക, പിന്നെ പെർഫോമൻസിലുള്ള വ്യത്യാസം എന്താണ്, അവസാനം പരീക്ഷയ്ക്ക് ഓർത്തിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത്രയുമാണ് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. ഓക്കേ, അപ്പം നമുക്ക് തുടങ്ങാം അല്ലേ? വായിക്കാനുള്ള രണ്ട് വഴികൾ. ഈ കമ്പ്യൂട്ടർ സയൻസിലെ ഒരു കോൺസെപ്റ്റ് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് എല്ലാവർക്കും വളരെ പരിചയമുള്ള ഒരു ഉദാഹരണം വെച്ച് തുടങ്ങാം. ചുമ്മാ ഒന്ന് ആലോചിച്ചു നോക്കിക്കേ. നിങ്ങളുടെ കയ്യിൽ ഒരു പുസ്തകമുണ്ടെന്ന് വെക്കുക. അതിൽ നിന്ന് ഒരു വിവരം എങ്ങനെയാണ് നിങ്ങൾ കണ്ടെത്തുന്നത്? പൊതുവേ നോക്കിയാൽ ഇതിന് രണ്ട് വഴികളുണ്ട്, അല്ലേ? ഇപ്പോ അതൊരു നോവലാണെങ്കിൽ നമ്മൾ എങ്ങനെയാ വായിക്കുക? തുടക്കം മുതൽ പേജ് ബൈ പേജായി അവസാനം വരെ വായിക്കും, അല്ലേ? നേരെ മറിച്ച് അതൊരു ടെക്സ്റ്റ് ബുക്കാണെങ്കിലോ, നമുക്ക് ഒരു പ്രത്യേക ടോപ്പിക്കാണ് വേണ്ടതെങ്കിൽ നമ്മൾ നേരെ ഇൻഡെക്സിലേക്ക് പോകും, ആ ടോപ്പിക് ഏത് പേജിലാണെന്ന് നോക്കും, എന്നിട്ട് ഡയറക്റ്റ് ആ പേജിലേക്ക് ചാടും. ഈ രണ്ട് രീതികളാണ് ശരിക്കും സീക്വൻഷ്യൽ ആക്സസും റാൻഡം ആക്സസും. ഒരു നോവൽ വായിക്കുന്നത് പോലെയാണ് സീക്വൻഷ്യൽ, ടെക്സ്റ്റ് ബുക്ക് ഉപയോഗിക്കുന്നത് പോലെയാണ് റാൻഡം. ഇത്രയുള്ളൂ ഇതിന്റെ ബേസിക് ഐഡിയ. ശരി, അപ്പം നമുക്ക് ആദ്യത്തെ മെത്തേഡിലേക്ക് കടക്കാം. സീക്വൻഷ്യൽ ആക്സസ്. ഇതിനെ ടേപ്പ് മോഡൽ എന്നും പറയാറുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് നമുക്ക് നോക്കാം. സീക്വൻഷ്യൽ ആക്സസ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഒരു ഫയലിലെ വിവരങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി ഒരു ഓർഡറിൽ പ്രോസസ്സ് ചെയ്യുന്നു. അതായത് തുടക്കം മുതൽ അവസാനം വരെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പോകും. ഇടയ്ക്ക് വെച്ച് ഒരെണ്ണം സ്കിപ്പ് ചെയ്ത് അടുത്തതിലേക്ക് പോകാൻ പറ്റില്ല. അതാണ് ഇതിന്റെ പ്രത്യേകത. ഇതിനെന്തുകൊണ്ടാണ് ടേപ്പ് മോഡൽ എന്ന് വിളിക്കുന്നതെന്ന് വെച്ചാൽ, പണ്ടത്തെ ഓഡിയോ കാസറ്റ് ഓർമ്മയുണ്ടോ? അതിൽ 5ാമത്തെ പാട്ട് കേൾക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യത്തെ 4 പാട്ടും ഫോർവേഡ് അടിച്ചു വിടണം, അല്ലേ? നേരെ 5ാമത്തെ പാട്ടിലേക്ക് പോകാൻ പറ്റില്ല. അതേ ലോജിക് തന്നെയാണ് ഇവിടെയും. ഡാറ്റ ഒരു ടേപ്പിലെ പോലെ തുടർച്ചയായൊരു സ്ട്രീമായിട്ടാണ് സിസ്റ്റം കാണുന്നത്. ഇനി ഇതിന്റെ ടെക്നിക്കൽ വശം നോക്കിയാൽ, സിസ്റ്റം ഒരു ഫയൽ പോയിന്റർ വെച്ചാണ് ഇത് മാനേജ് ചെയ്യുന്നത്. നമ്മൾ ഫയൽ വായിക്കുന്തോറും ഈ പോയിന്റർ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. റീഡ് നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ പോയിന്റർ എവിടെയാണോ നിൽക്കുന്നത് അവിടുത്തെ ഡേറ്റ വായിക്കുക, എന്നിട്ട് പോയിന്റർ അടുത്ത ലൊക്കേഷനിലേക്ക് മാറ്റുക. അതുപോലെ റൈറ്റ് നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഫയലിന്റെ അവസാനം പുതിയ ഡേറ്റ ചേർക്കും. പിന്നെ ടേപ്പ് റീവൈൻഡ് ചെയ്യുന്ന പോലെ ഈ പോയിന്ററിനെ നമുക്ക് വേണമെങ്കിൽ ഫയലിന്റെ തുടക്കത്തിലേക്ക് തന്നെ തിരികെ കൊണ്ടുവരാനും പറ്റും. ഓക്കെ, അപ്പോൾ സീക്വൻഷ്യൽ ആക്സസ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നേരെ അതിന്റെ ഓപ്പോസിറ്റിലേക്ക് പോകാം. റാൻഡം ആക്സസ്. ഇതിനെ ഡിറക്റ്റ് ആക്സസ് എന്നും വിളിക്കാറുണ്ട്. ഇതിന്റെ മോഡൽ ഡിസ്ക് മോഡലാണ്. ടേപ്പ് മോഡലിൽ നിന്ന് വളരെ വളരെ വ്യത്യസ്തം. റാൻഡം ആക്സസിൽ ഫയലിനെ കുറേ ഫിക്സഡ് ലെങ്ത് ബ്ലോക്കുകളായിട്ടാണ് കാണുന്നത്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമുക്കൊരു പ്രത്യേക ഓർഡറിൽ പോകേണ്ട ആവശ്യമില്ല. ഫയലിലെ ഏത് റെക്കോർഡിലേക്കും ഏത് ബ്ലോക്കിലേക്കും എപ്പോൾ വേണമെങ്കിലും നേരിട്ട് പോവാം. തുടക്കം മുതൽ വായിച്ച് സമയം കളയേണ്ട കാര്യമില്ല. അതായത് ഇവിടെ ഫയലെന്ന് പറയുന്നത് ഒരു നീണ്ട ടേപ്പ് പോലെയല്ല, മറിച്ച് നമ്പറിട്ട് കുറേ ബ്ലോക്കുകളുടെ ഒരു കളക്ഷനാണ്. ഒരു വലിയ അറേ പോലെ സങ്കല്പിക്കാം. ഓരോ ബ്ലോക്കിനും ഒരു നമ്പർ അല്ലെങ്കിൽ ഒരു അഡ്രസ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് 10ാമത്തെ ബ്ലോക്കാണ് വേണ്ടതെങ്കിൽ ആ നമ്പർ ഉപയോഗിച്ച് നേരെ അങ്ങോട്ട് പോകാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇതിലെ പ്രധാന ഓപ്പറേഷൻസ് റീഡ് എൻ, റൈറ്റ് എൻ എന്നൊക്കെയാണ്. ഇവിടെ എൻ എന്ന് പറയുന്നത് നമുക്ക് വേണ്ട ബ്ലോക്കിന്റെ നമ്പറാണ്. റീഡ് നെക്സ്റ്റ് പോലെ അടുത്തത് വായിക്കുക എന്നല്ല. റീഡ് 100 എന്ന് പറഞ്ഞാൽ നേരെ 100ാമത്തെ ബ്ലോക്ക് വായിക്കുക. കണ്ടില്ലേ വ്യത്യാസം? ഒരു പ്രത്യേക ഡേറ്റ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ ഇത് ഭയങ്കര എളുപ്പമാണ്. ഓക്കേ, അപ്പൊ തിയറിയൊക്കെ നമ്മൾ പഠിച്ചു. ഇനി ഇതിന്റെ റിയൽ വേൾഡ് ഉപയോഗങ്ങൾ എവിടെയൊക്കെയാണെന്ന് നോക്കാം. എപ്പോഴാണ് നമ്മൾ സീക്വൻഷ്യൽ ഉപയോഗിക്കുക, എപ്പോഴാണ് റാൻഡം ഉപയോഗിക്കുക? സീക്വൻഷ്യൽ ആക്സസ് സാധാരണയായി എഡിറ്ററുകളും കമ്പൈലറുകളും ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. ഒരു പ്രോഗ്രാം കോഡ് കമ്പൈൽ ചെയ്യുമ്പോൾ അത് തുടക്കം മുതൽ അവസാനം വരെ ഒരൊറ്റ ഫ്ലോയിൽ വായിക്കണം, അല്ലേ? അതുപോലെ വലിയ ഡാറ്റ വെയർ ഹൗസുകളിലും ഇത് ഉപയോഗിക്കും. പക്ഷേ റാൻഡം ആക്സസിന്റെ കാര്യം അങ്ങനെയല്ല. ഡാറ്റാബേസുകൾക്ക് ഇത് കൂടിയേ തീരൂ. ഇപ്പോ ഒരു ബാങ്കിന്റെ ഡാറ്റാബേസിൽ നിന്ന് ഒരു പ്രത്യേക അക്കൗണ്ട് നമ്പർ വെച്ച് ഡീറ്റെയിൽസ് എടുക്കണമെങ്കിൽ നമ്മൾ നേരെ ആ റെക്കോർഡിലേക്ക് പോകണം. അല്ലെങ്കിൽ എയർലൈൻ റിസർവേഷൻ സിസ്റ്റത്തിൽ ഒരു ഫ്ലൈറ്റ് നമ്പർ വെച്ച് ഡീറ്റെയിൽസ് എടുക്കുന്നത്, അവിടെയൊക്കെ റാൻഡം ആക്സസ് ആണ് വേണ്ടത്.
ഇനി നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗത്തേക്ക് വരികയാണ് പെർഫോമൻസ്. നിങ്ങളുടെ പരീക്ഷയ്ക്കും ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള ഒരു ഏരിയയാണിത്. ഈ രണ്ട് മെത്തേഡുകളും തമ്മിലുള്ള യഥാർത്ഥ വ്യത്യാസം അവയുടെ പെർഫോമൻസിലാണ്. ഈ ടേബിൾ ഒന്ന് നോക്കിക്കേ. ഇത് പരീക്ഷയ്ക്ക് പഠിക്കാൻ വളരെ എളുപ്പമാണ്. സീക്വൻഷ്യൽ ആക്സസിന്റെ മോഡൽ ടേപ്പ് മോഡലാണ്. ഓർഡറിലാണ് ആക്സസ്. റാൻഡം ആക്സസ് ഡിസ്ക് മോഡലാണ്. ഏത് ഓർഡറിലും ആക്സസ് ചെയ്യാം. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്, റാൻഡം റീഡ്സ്. അതായത് ഫയലിന്റെ ഇടയ്ക്ക് നിന്നൊരു ഡാറ്റ എടുക്കണമെങ്കിൽ സീക്വൻഷ്യൽ ആക്സസ് ഭയങ്കര സ്ലോ ആയിരിക്കും, തീർത്തും ഇൻഎഫിഷ്യന്റ് ആണ്. എന്നാൽ റാൻഡം ആക്സസോ അത് വളരെ എഫിഷ്യന്റ് ആണ്. ഇതാണ് ഇവ തമ്മിലുള്ള ഏറ്റവും വലിയ പെർഫോമൻസ് വ്യത്യാസം. ഈ പറയുന്ന കാര്യം ശ്രദ്ധിച്ചേ. ഒരു ഫയലിലെ ith ബ്ലോക്ക്, അതായത് ഒരു പ്രത്യേക ബ്ലോക്ക് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഫയലിന്റെ തുടക്കം മുതൽ ഓരോ പോയിന്ററായി ഫോളോ ചെയ്ത് ആ ബ്ലോക്ക് വരെ എത്തണം. സിംപിളായി പറഞ്ഞാൽ, നിങ്ങൾക്ക് 100ാമത്തെ റെക്കോർഡാണ് വേണ്ടതെങ്കിൽ ആദ്യത്തെ 99 എണ്ണവും വായിച്ചു കഴിഞ്ഞു മാത്രമേ 100ാമത്തേതിലെത്താൻ പറ്റൂ. എത്രമാത്രം സമയം നഷ്ടമാകും എന്നാലോചിച്ചു നോക്കൂ. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, ഒരു സീക്വൻഷ്യൽ ഫയലിൽ ഡയറക്റ്റ് ആക്സസ് ചെയ്യാൻ ശ്രമിക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള, ഒരു കാര്യക്ഷമതയുമില്ലാത്ത പണിയാണ്. ഇത് വെറുതെ സമയം കളയുക മാത്രമല്ല, കമ്പ്യൂട്ടർ സിസ്റ്റത്തിന് അനാവശ്യമായ ലോഡ് കൊടുക്കുകയും ചെയ്യും. അപ്പൊ സ്വാഭാവികമായും ഒരു ചോദ്യം വരും, ഈ സീക്വൻഷ്യൽ റീഡിംഗിന്റെ വേഗത കുറവിന് എന്തെങ്കിലും പരിഹാരമുണ്ടോ? ഉണ്ട്. നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടല്ലോ, അത് വളരെ സ്മാർട്ടായിട്ട് ഈ പ്രശ്നം പരിഹരിക്കും. അതെങ്ങനെയാണെന്ന് നോക്കാം. സംഭവം ഇതാണ്. ഒന്നാമതായി, ആപ്ലിക്കേഷൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് ഒരു ഹിന്റ് കൊടുക്കും. ഹേയ്, ഞാനീ ഫയൽ തുടക്കം മുതൽ അവസാനം വരെ വായിക്കാൻ പോവുകയാണെന്ന്. ഈ ഹിന്റ് കിട്ടിക്കഴിഞ്ഞാൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം മുൻകൂട്ടി കാണും, ആഹാ, ഇവനടുത്തതായി ചോദിക്കാൻ പോകുന്നത് അടുത്ത ബ്ലോക്കായിരിക്കുമെന്ന്. അപ്പോൾ OS എന്ത് ചെയ്യും? ആപ്ലിക്കേഷൻ ചോദിക്കുന്നതിന് മുൻപ് തന്നെ അടുത്ത കുറച്ച് ബ്ലോക്കുകൾ മെമ്മറിയിലേക്ക് എടുത്ത് റെഡിയാക്കി വെക്കും. ഇതിനെയാണ് റീഡ് എഹെഡ് എന്ന് പറയുന്നത്. ഇതുകൊണ്ട് എന്തു ഗുണം? ആപ്ലിക്കേഷന് കാത്തിരിക്കേണ്ടി വരില്ല, പെർഫോമൻസ് കൂടും. ശരി, അപ്പോൾ നമ്മൾ ഏകദേശം എല്ലാ കാര്യങ്ങളും കവർ ചെയ്തു. ഇനി അവസാനം ഇതെല്ലാം കൂടി ഒന്ന് ചുരുക്കി നിങ്ങളുടെ പരീക്ഷയ്ക്ക് വേണ്ടി ഓർത്തിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഓർത്തിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. ഏത് ആക്സസ് മെത്തേഡാണ് ഏറ്റവും നല്ലത് എന്നതിന് ഒറ്റ ഉത്തരമില്ല. സീക്വൻഷ്യലാണോ റാൻഡമാണോ ബെസ്റ്റ് എന്ന് ചോദിച്ചാൽ ഉത്തരം അത് നിങ്ങളുടെ ആവശ്യത്തെ ആശ്രയിച്ചിരിക്കും എന്നാണ്. ഒരു ആപ്ലിക്കേഷന് എങ്ങനെയാണ് ഡേറ്റ വേണ്ടത്, അതിനനുസരിച്ചാണ് നമ്മൾ മെത്തേഡ് തിരഞ്ഞെടുക്കേണ്ടത്. അപ്പോ ഫൈനലായിട്ട് ഓർത്തുവെക്കുക, ഒരു ഫയല് തുടക്കം മുതൽ അവസാനം വരെ ഒരേപോലെ പ്രോസസ്സ് ചെയ്യാനാണെങ്കിൽ സീക്വൻഷ്യൽ ആക്സസ്. ഇനി ഫയലിന്റെ ഇടയ്ക്കുന്നൊരു പ്രത്യേക ഡേറ്റ് എടുക്കാനാണെങ്കിലോ, അപ്പോൾ റാൻഡം ആക്സസ്. നിങ്ങളുടെ വർക്കിന് ചേരാത്ത മെത്തേഡ് തിരഞ്ഞെടുത്താൽ പെർഫോമൻസ് നന്നായി കുറയും, അതുറപ്പാണ്. പിന്നെ ആക്സസ് പാറ്റേൺ മുൻകൂട്ടി അറിയാമെങ്കിൽ OSന് റീഡ് എഹെഡ് പോലുള്ള ടെക്നിക്കുകൾ ഉപയോഗിച്ച് കാര്യങ്ങൾ സ്മൂത്താക്കാൻ പറ്റും. അപ്പോ പോകുന്നതിന് മുൻപ് ഞാൻ നിങ്ങൾക്കായി ഒരു ചോദ്യം തരാം. ഒന്ന് ആലോചിച്ചു നോക്കൂ. പണ്ടത്തെ ഹാർഡ് ഡിസ്കുകൾക്ക് കറങ്ങുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ SSDകൾ അങ്ങനെയല്ല, വളരെ വേഗതയേറിയതാണ്. അപ്പോൾ ഈ പുതിയ ടെക്നോളജിയിൽ സീക്വൻഷ്യൽ ആക്സസും റാൻഡം ആക്സസും തമ്മിലുള്ള പെർഫോമൻസിലെ വ്യത്യാസത്തിന് ഇപ്പോഴും അത്രയധികം പ്രാധാന്യമുണ്ടോ? എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ എന്തുകൊണ്ടില്ല? ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കുന്നത് ഈ വിഷയം കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ നിങ്ങളെ സഹായിക്കും. അപ്പോൾ ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. നന്ദി.